ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രീമിയർ ജെനുവിൻ ലെതർ ഫുട്വെയർ, രോഗവിമുക്ത പാദങ്ങൾ. നമസ്കാരം. ജില്ലാ വാർത്തകൾ. മയക്കുമരുന്നിന്റെ ഉപയോഗത്തിൽ നിന്നും യുവതലമുറയെ രക്ഷിക്കേണ്ടിയിരിക്കുന്നു. മയക്കുമരുന്ന് നിരോധനം എന്നതുകൊണ്ട് ഇതിനൊരു പരിഹാരം കാണുക പ്രയാസമായിരിക്കും. മയക്കുമരുന്നിന്റെ ദൂഷ്യഫലങ്ങളെക്കുറിച്ച് യുവസമൂഹത്തിനിടയിൽ ബോധവൽക്കരണമാണ് നടത്തേണ്ടത്. ഇത് ലക്ഷ്യമാക്കി ഒരു കൂട്ടം പോലീസ് ഉദ്യോഗസ്ഥർ നിർമ്മിച്ച നേർക്കാഴ്ചയുടെ ദൃശ്യങ്ങൾ കാണാം പ്രധാന വാർത്തകൾക്കു ശേഷം. എല്ലാ മേഖലകളിലും മറ്റ് സംസ്ഥാനങ്ങൾക്ക് മാതൃകയാവുന്ന കേരളം സ്ത്രീകളുടെ കാര്യത്തിൽ പിറകോട്ട് പോവുകയാണെന്ന് കേരള വനിതാ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് നൂർബീന റഷീദ്. സമരം ചെയ്യുന്നതിൽ മാത്രമാവരുത് അധ്യാപകരുടെ ശ്രദ്ധയെന്നും പാഠ്യപ്രവർത്തനങ്ങൾ കൃത്യമായി നടക്കുന്നതെന്ന് കൂടി ശ്രദ്ധിക്കണമെന്ന് MLA A. പ്രദീപ് കുമാർ. സമൂഹത്തിന് നേരായ ദിശ നൽകാൻ നിരോധനമല്ല ബോധവൽക്കരണമാണ് വേണ്ടതെന്ന് സിനിമാ സംവിധായകൻ രഞ്ജിത്ത്. വിശദമായ വാർത്തകളിലേക്ക്. സമരം ചെയ്യുന്നതിൽ മാത്രമാകരുത് അധ്യാപകരുടെ ശ്രദ്ധയെന്നും ജോലി ചെയ്യുന്ന സ്കൂളുകളിൽ കൃത്യമായ രീതിയിലാണോ പാഠ്യപ്രവർത്തനങ്ങൾ നടക്കുന്നത് എന്നതുകൂടി അധ്യാപകർ ശ്രദ്ധിക്കണമെന്ന് MLA A. പ്രദീപ് കുമാർ. സ്റ്റേറ്റ് ഓർഗനൈസേഷൻ ഓഫ് റിസോഴ്സ് ടീച്ചേഴ്സ് കേരളയുടെ ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു MLA. കേരളത്തിലെ വിവിധ BRCകളിൽ ജോലി ചെയ്യുന്ന റിസോഴ്സ് അധ്യാപകരുടെ സംഘടനയായ സ്റ്റേറ്റ് ഓർഗനൈസേഷൻ ഓഫ് റിസോഴ്സ് ടീച്ചേഴ്സ് കേരളയുടെ ജില്ലാ സമ്മേളനം സ്പോർട്സ് കൌൺസിൽ ഹാളിലാണ് സംഘടിപ്പിച്ചത്. സമ്മേളനം A. പ്രദീപ് കുമാർ MLA ഉദ്ഘാടനം ചെയ്തു. സമരം ചെയ്യുന്നതിൽ മാത്രമാവരുത് അധ്യാപകരുടെ ശ്രദ്ധയെന്നും ജോലി ചെയ്യുന്ന സ്കൂളുകളിൽ കൃത്യമായ രീതിയിലാണോ പാഠ്യപ്രവർത്തനങ്ങൾ നടക്കുന്നത് എന്നതുകൂടി അധ്യാപകർ ശ്രദ്ധിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. പൊതുവിദ്യാഭ്യാസത്തെ സംരക്ഷിക്കുന്ന കാര്യത്തിലും സംഘടന മുന്നോട്ട് വരണമെന്നും MLA കൂട്ടിച്ചേർത്തു. കുട്ടികളുടെ പഠനം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി അവനവന്റെ ഡ്യൂട്ടി ആ പറഞ്ഞ സമയത്ത് ഒന്ന് ചെയ്ത് നിർവഹിച്ചങ്ങ് പോകുന്നു എന്ന് വെച്ചാൽ അതിനപ്പുറത്തേക്ക് പഠനത്തെ പിന്നോക്കത്തെത്തുന്നവരെ മുന്നോട്ട് കൊണ്ടുവരാനൊക്കെയുള്ള ശ്രമമൊക്കെ ചിലയിടത്ത് നടക്കുന്നു. ഇത് മുൻകൈയും താല്പര്യമുള്ള ചില അധ്യാപകർ നടക്കുന്നത് എല്ലായിടത്തും നടക്കില്ല. ചടങ്ങിൽ കുട്ടികൾക്കുള്ള ഉപഹാര വിതരണവും MLA നിർവഹിച്ചു. മുൻ ജില്ലാ പ്രോഗ്രാം ഓഫീസർക്കുള്ള ഉപഹാരം PP മുഹമ്മദ് ഏറ്റുവാങ്ങി. ഡോക്ടർ E. അഹമ്മദ് കുട്ടി മുഖ്യപ്രഭാഷണം നടത്തി. SSA ജില്ലാ പ്രോഗ്രാം ഓഫീസർമാരായ P. അസൈൻ, റഷീദ് കിളിയായിൽ, P. അബ്ദുൾ റസാഖ്, BRC പ്രോഗ്രാം ഓഫീസർ V. അബ്ദുൾ റഷീദ്, PK കരീം, PM അൻവർ, മുഹമ്മദ് റാഫി, TK റിയാസ്, സോട്ട് കേരളയുടെ ജില്ലാ ട്രഷറർ സ്റ്റെല്ല മാർഗ്രറ്റ് തുടങ്ങിയവർ സംസാരിച്ചു. സമൂഹത്തിന് നേരായ ദിശ നൽകാൻ നിരോധനമല്ല ബോധവൽക്കരണമാണ് വേണ്ടതെന്ന് സിനിമാ സംവിധായകൻ രഞ്ജിത്ത് പറഞ്ഞു. മയക്കുമരുന്ന് ബോധവൽക്കരണത്തിന്റെ ഭാഗമായി ജില്ലാ പോലീസിന്റെ ആഭിമുഖ്യത്തിൽ നിർമ്മിക്കുന്ന ഒരു നേർക്കാഴ്ചയുടെ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. സമൂഹത്തിന് നേരായ ദിശ നൽകാൻ നിരോധനമല്ല ബോധവൽക്കരണമാണ് വേണ്ടതെന്ന് സിനിമാ സംവിധായകൻ രഞ്ജിത്ത് പറഞ്ഞു. മയക്കുമരുന്ന് വിരുദ്ധ പ്രചരണാർത്ഥം ക്ലീൻ ക്യാമ്പസ് സേഫ് ക്യാമ്പസ് പദ്ധതിയുടെ ഭാഗമായി കോഴിക്കോട് സിറ്റി പോലീസ് നിർമ്മിക്കുന്ന ഹ്രസ്വചിത്രമായ ഒരു നേർക്കാഴ്ചയുടെ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്നത്തെ യുവതലമുറയെ പശ്ചാത്തലമാക്കി കോളേജ് ക്യാമ്പസും അവിടെ മയക്കുമരുന്നിന് അടിമപ്പെടുന്ന വിദ്യാർത്ഥികളും അവരെ നിയന്ത്രിച്ചും ചൂഷണം ചെയ്തും വരുതിയിൽ നിർത്തുന്ന മാഫിയകളും അവരിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ അസാധ്യമാവുന്ന രംഗങ്ങളാണ് കഥയുടെ പ്രമേയം. നേർക്കാഴ്ചയുടെ പ്രൊജക്ട് ഹെഡ് സിറ്റി കമ്മീഷണർ A. V. ജോർജാണ്. അച്ഛനമ്മമാരുടെയിലും സ്കൂൾ ടീച്ചേഴ്സിനിടയിലും കുട്ടികളുടെ ഇടയിലും ബോധവൽക്കരണം മാത്രമേ നമുക്ക് നടത്താൻ സാധിക്കുകയുള്ളൂ. ശ്രീ രഞ്ജിത്ത് പറഞ്ഞ രീതിയിൽ നിരോധനം മാത്രമല്ല, നിരോധനം കൊണ്ടല്ല, ബോധവൽക്കരണം കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു ഫിലിം തയ്യാറാക്കിയത്. കമ്മീഷണർ ഓഫീസിലെ സുധീഷ് കൃഷ്ണൻ സംവിധാനം ചെയ്യുന്ന ഒരു നേർക്കാഴ്ചയുടെ ഛായാഗ്രഹൻ ജഗൻ P. റാമാണ്. സുധീഷ് കൃഷ്ണനും ജൌഹർ കാനേഷും ചേർന്ന് തിരക്കഥ രചിച്ച ചിത്രത്തിന്റെ നിർമ്മാണം കോഴിക്കോട് സിറ്റി പോലീസും മലബാർ ഗ്രൂപ്പ് ഓഫ് കമ്പനീസുമാണ് നിർവഹിക്കുന്നത്. ചിത്രത്തിൽ ദീപു P. സണ്ണി, മുരളി ബേപ്പൂർ, സപ്തർ മർവ, സാർജൻ K. റാം, റഷീദ് അഹമ്മദ്, സഹീർ ഖാൻ, ജയപ്രകാശ് അതളൂർ, പ്രമോദ് കുന്നത്തുപാലം എന്നിവരെ കൂടാതെ സിറ്റി പോലീസ് ഓഫീസർമാർ, ഷേഡോ പോലീസുകാർ, അല്ലി റാണി, സ്വപ്ന, അനിൽ, ഫിറോസ്, ചലച്ചിത്ര താരങ്ങളായ മധു ശ്രീകുമാർ,
രമാനാരായണൻ, ഗോപിക, അനിൽ, വിദ്യാർത്ഥികളായ ശ്രീനാഥ്, ഹാഷിം, ശ്രീജിത്ത്, ശാലിനി, മാലിനി, പ്രേമൻ, സുരേഷ്, സിന്ധു, പ്രദീപ് എന്നിവർ അഭിനയിക്കുന്നു. രാവിലെ കമ്മീഷണർ ഓഫീസിൽ നടന്ന ചടങ്ങിൽ സംവിധായകൻ രഞ്ജിത്ത്, സിറ്റി പോലീസ് കമ്മീഷണർ AV ജോർജ്, മലബാർ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ചെയർമാൻ അഹമ്മദ്, ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ ധീരജ്, ട്രാഫിക് നോർത്ത് AC രാജു PK, അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ് കമ്മീഷണർ PM പ്രദീപ്, നാർക്കോട്ടിക് അസിസ്റ്റന്റ് കമ്മീഷണർ അരവിന്ദാക്ഷൻ, മെഡിക്കൽ കോളേജ് സർക്കിൾ ഇൻസ്പെക്ടർ ഉല്ലാസ് K, വിനോദ് കോവൂർ എന്നിവർ സംസാരിച്ചു. എല്ലാ മേഖലകളിലും മറ്റ് സംസ്ഥാനങ്ങൾക്ക് മാതൃകയാവുന്ന കേരളം സ്ത്രീകളുടെ കാര്യത്തിൽ മാത്രം പുറകോട്ട് പോവുകയാണെന്ന് കേരള വനിതാ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് നൂർബീന റഷീദ് പറഞ്ഞു. കേരള വനിതാ കമ്മീഷന്റെയും MSS വനിതാ വിംഗിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ അവിവാഹിതരായ പെൺകുട്ടികൾക്കായി സംഘടിപ്പിച്ച പ്രീ മാരിറ്റൽ ഏകദിന ശില്പശാല ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അവർ. കേരള വനിതാ കമ്മീഷനും MSS വനിതാ വിംഗ് കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയും സംയുക്തമായി 16 വയസ്സ് കഴിഞ്ഞ അവിവാഹിതരായ പെൺകുട്ടികൾക്കായി പ്രീ മാരിറ്റൽ ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു. MSS ഓഡിറ്റോറിയത്തിൽ നടന്ന ശില്പശാല കേരള വനിതാ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് PK നൂർബീന റഷീദ് ഉദ്ഘാടനം ചെയ്തു. എല്ലാ മേഖലകളിലും മറ്റ് സംസ്ഥാനങ്ങൾക്ക് മാതൃകയാവുന്ന കേരളം ഇന്ന് സ്ത്രീകളുടെ കാര്യത്തിൽ മാത്രം പുറകോട്ട് പോവുകയാണെന്നും കേരളത്തിൽ സ്ത്രീകൾക്കു നേരെയുള്ള അതിക്രമങ്ങൾ വർദ്ധിച്ചു വരികയാണെന്നും അവർ പറഞ്ഞു. അപ്പം ഈ സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ച സംസ്കാര സമ്പന്നമായ ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് വിശേഷിച്ച് ടൂറിസം വകുപ്പ് വിഭാവനം ചെയ്ത ഈ കൊച്ചു കേരളം ഓരോരോ ദിനപത്രവും നമ്മെ വരവേൽക്കുന്നത് ദൈവത്തിന്റെ സ്വന്തം നാട് ചെകുത്താന്റെ നാടായി മാറുന്നു എന്ന് നമ്മയൊക്കെ ചിന്തിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. MSS വനിതാ വിംഗ് പ്രസിഡന്റ് PP ഖദീജ ടീച്ചർ അധ്യക്ഷത വഹിച്ചു. MSS ജനറൽ സെക്രട്ടറി P മുഹമ്മദ് കോയ, ജില്ലാ പ്രസിഡന്റ് PP അബ്ദുറഹിമാൻ, ജോയിന്റ് സെക്രട്ടറി CPM സയ്യിദ് അഹമ്മദ്, ഖദീജ കരീം, KK സൈഫുന്നീസ, K ഫൗസിയ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് നടന്ന ക്ലാസ്സിൽ ദാമ്പത്യ ജീവിതത്തിന്റെ പൊരുത്തവും പൊരുത്തക്കേടും എന്ന വിഷയത്തിൽ സിറാബുദ്ദീൻ പറമ്പത്തും ദാമ്പത്യ ജീവിതത്തിലെ സാമ്പത്തിക നിർവഹണം എന്ന വിഷയത്തിൽ പ്രൊഫസർ KP ഷഹദും സംസാരിച്ചു. സോഷ്യലിസ്റ്റ് ജനതയിൽ തൊഴിലാളി യൂണിയനുകളിൽ പ്രവർത്തിക്കാൻ ആളില്ലാത്ത അവസ്ഥയാണെന്ന് SJD ജില്ലാ പ്രസിഡന്റ് മനേത്ത് ചന്ദ്രൻ. ഓരോ മണ്ഡലം കമ്മിറ്റിയും ഇതിനായി പ്രവർത്തിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. സോഷ്യലിസ്റ്റ് ജനത 3 ദിവസങ്ങളായി സംഘടിപ്പിച്ച ജില്ലാ ക്യാമ്പിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സോഷ്യലിസ്റ്റ് ജനതയുടെ കോഴിക്കോട് ജില്ലാ ക്യാമ്പ് ഈസ്റ്റ് ഹില്ലിലെ യൂത്ത് ഹോസ്റ്റലിലാണ് സംഘടിപ്പിച്ചത്. 3 ദിവസങ്ങളായി നടന്ന ക്യാമ്പിന്റെ സമാപന സമ്മേളനം SJD ജില്ലാ പ്രസിഡന്റ് മനേത്ത് ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. സോഷ്യലിസ്റ്റ് ജനതയിൽ തൊഴിലാളി യൂണിയനുകളിൽ പ്രവർത്തിക്കാൻ ആളില്ലാത്ത അവസ്ഥയാണ് ഇന്നുള്ളതെന്നും ഓരോ മണ്ഡലം കമ്മിറ്റികളും ഇതിനായി പ്രവർത്തിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ഇപ്പോൾ ഇതിൽ യഥാർത്ഥത്തിൽ നമുക്ക് പ്രവർത്തകന്മാരെ കിട്ടാത്ത അഭാവമുണ്ട്. ഞാൻ പറയുന്നത് ക്യാമ്പിന്റെ പൊതു തീരുമാനമായിട്ട് പറയാം. നിയോജക മണ്ഡലം ചേരണം. നമുക്ക് ഓരോ മേഖലയിൽ പ്രവർത്തിക്കുന്ന തൊഴിലാളി യൂണിയൻ പ്രവർത്തകരെ ലഭിക്കണം. നമ്മുടെ സംഘടനയെ പഞ്ചായത്തിൽ വരാൻ പോവാണ്. ഇവിടെ 33 ക്ഷേമ പദ്ധതികളുണ്ട്. ഈ ആനുകൂല്യം വാങ്ങിക്കൊടുക്കാൻ കൂടി നടക്കുന്ന ആളുകളുടെ പിന്നാലെ വോട്ടർമാർ പോകും, ഒരു നിശ്ചിത ശതമാനമെങ്കിലും. അതുകൊണ്ട് എല്ലാ തൊഴിലാളികളുമായും ക്ഷേമനിധിയുമായി ബന്ധപ്പെടുന്ന എല്ലാ തൊഴിലാളികളുമായും നിരന്തരമായി ബന്ധപ്പെടാൻ ആവശ്യമായ സംഘടനാ സംവിധാനം ബാക്കിയുള്ള സ്ഥലത്തിൽ ഉണ്ടാക്കിയെടുക്കാം. സ്വാഗത സംഘം കൺവീനർ അംഗത്തിൽ അജയ്കുമാർ, P കിഷൻചന്ദ്, പ്രേം ബാസിൽ, രാമചന്ദ്രൻ കുയ്യണ്ടി, പ്രദീപ് കുമാർ, K കൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. നാഗരിക ജീവിതത്തിന്റെ കടന്നുകയറ്റത്തിനിടയിൽ നഷ്ടമാവുന്നത് സംസ്കാരത്തോടൊപ്പം പരമ്പരാഗത കലാരൂപങ്ങളും നൃത്താവിഷ്കാരങ്ങളുമാണ്. ഇത്തരത്തിൽ അധികമാരും അറിയാത്ത ഗോത്രകലകളെ പുനരുജ്ജീവിപ്പിക്കുകയാണ് കിർത്താഡ്സ്. വയനാട്ടിലെ പണിയ സമുദായക്കാർക്കിടയിൽ പ്രചാരത്തിലുണ്ടായ കമ്പളകളി, വട്ടക്കളി എന്നിവ പുതിയ തലമുറയ്ക്ക് പരിചയപ്പെടുത്താനാണ് കിർത്താഡ്സ് ആദ്യ കലാകേന്ദ്രം പരിശീലന കളരി ഒരുക്കിയത്. ജന്മിമാരുടെ വയലിലെ അടിമപ്പണിക്കാരായിരുന്നു ഒരു കാലത്ത് പണിയ സമുദായം. ഇവരെ കൂടുതൽ പണിയെടുപ്പിക്കാനായി ജന്മിമാർ പണ്ട് കണ്ടെത്തിയ സൂത്രമായിരുന്നു കമ്പളകളി. ആയാസരഹിതമായി കൂടുതൽ പണിയെടുപ്പിക്കുകയെന്ന ഒറ്റ ഉദ്ദേശം മാത്രമായിരുന്നു അന്ന് നൃത്തത്തിന് പിന്നിലെങ്കിൽ ഇപ്പോൾ അത് മറഞ്ഞുകൊണ്ടിരിക്കുന്ന പാരമ്പര്യ നൃത്തം മാത്രമായി. പുരുഷന്മാരുടെ തുടി ചീനിത്താളത്തിനൊത്ത് ഞാറ് നട്ടുകൊണ്ട് സ്ത്രീകൾ ചുവടുവെക്കുന്നു. കമ്പള ദിവസങ്ങളിൽ ഒരു ദിവസം കൊണ്ട് തന്നെ 2, 3 ചിലപ്പോൾ 5 ഏക്കർ വരെ പണിയെടുക്കും. കാലത്തിനൊപ്പം കമ്പളക്കളിയും ഇല്ലാതായി. അതുപോലെ ജനനം, തീണ്ടാരി കല്യാണം, വിവാഹം, മരണം തുടങ്ങിയ അവസരങ്ങളിലും വിശ്രമവേളകളിലും പുരുഷന്മാരും സ്ത്രീകളും അവതരിപ്പിക്കുന്ന നൃത്തരൂപമാണ് വട്ടക്കളി. ആഘോഷങ്ങളും ആചാരങ്ങളും മാറിയപ്പോൾ വട്ടക്കളിയെ അറിയുന്നത് ചുരുക്കം ചിലർ പേർ മാത്രം.
തുടിതാളത്തിനൊപ്പം പാട്ടും നൃത്തവും ഉയരുമ്പോൾ വിസ്മൃതിയിലായ നൃത്തത്തിന് ജീവൻ കിട്ടുകയാണ്. 25 പേരാണ് ശില്പശാലയിൽ പങ്കെടുക്കുന്നത്. 22 വരെയാണ് പരിശീലനം നടക്കുന്നത്. മുഖ്യ കലാകാരൻ ചാമൻ ഉദ്ഘാടനം ചെയ്തു. PV മിനിയായിരുന്നു ട്രെയിനിംഗ് ഡെപ്യൂട്ടി ഡയറക്ടർ. വാർത്തകളിൽ ഒരിടവേള. പ്ലാസ്റ്റിക് റെക്സിൻ നിർമ്മിത പാദരക്ഷകൾ ഡെർമറ്റൈറ്റിസ് പോലുള്ള ചർമ്മരോഗങ്ങൾ ഉണ്ടാക്കാം. തിരഞ്ഞെടുക്കൂ പ്രീമിയർ ജെനുവിൻ ലെതർ ഫുട്വെയർ. അടുത്ത വർഷം ഞങ്ങളുടെ വിവാഹമാണ്. ഇവൾക്ക് സ്തനാർബുദമാണ്. എന്നാൽ ഞങ്ങളുടെ തീരുമാനത്തിൽ യാതൊരു മാറ്റവുമില്ല. ഇവളുടെ ക്യാൻസർ പൂർണ്ണമായും മാറും. ക്യാൻസർ നേരത്തെ കണ്ടെത്തി കഴിഞ്ഞാൽ ഒരിക്കലും അതിനെ ഒരു മാറാരോഗമായി കണക്കാക്കാൻ കഴിയില്ല. കൃത്യസമയത്തുള്ള ശരിയായ ചികിത്സയിലൂടെ ഈ രോഗം ഭേദമാക്കാവുന്നതാണ്. ക്യാൻസറിനെ മറികടക്കാൻ ഒരു രോഗിക്ക് ആദ്യം വേണ്ടത് ഇവരെപ്പോലെ മനക്കരുത്തും ആത്മവിശ്വാസവുമാണ്. My daughter's happiness festival at Malabar Gold and Diamonds. അവളുടെ സന്തോഷം നിങ്ങളുടെ ആഘോഷം. മറ്റു വാർത്തകളിലേക്ക്. MSM സംസ്ഥാന സമിതി ആഭിമുഖ്യത്തിൽ ദേശീയ അറബിക് വിദ്യാർത്ഥി സമ്മേളനം സംഘടിപ്പിച്ചു. ടാഗോർ ഹാളിൽ KNM ജനറൽ സെക്രട്ടറി PP ഉണ്ണീൻകുട്ടി മൗലവി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. MSM സംസ്ഥാന സമിതിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ദേശീയ അറബിക് വിദ്യാർത്ഥി സമ്മേളനം ടാഗോർ ഹാളിലാണ് നടന്നത്. KNM ജനറൽ സെക്രട്ടറി PP ഉണ്ണീൻകുട്ടി മൗലവി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. KJU വൈസ് പ്രസിഡന്റ് മുഹിയുദ്ദീൻ മദിനി അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ അഹമ്മദ് അനസ് മൗലവി മുഖ്യപ്രഭാഷണം നടത്തി. മനുഷ്യർ ഇടപെടുന്ന മേഖലകളിൽ നിന്നെല്ലാം വ്യത്യസ്തമായി മാറി ചിന്തിച്ച് സ്വന്തമായി ഉൾവലിഞ്ഞ് ഏതെങ്കിലും ഒരു പർണശാലയുടെ അകത്തളങ്ങളിൽ അടച്ചിരുന്നു ഏതോ ഒരു സ്വപ്ന ലോകത്ത് വിഹരിച്ച് എന്തൊക്കെയോ പെറുപെറുത്ത് അങ്ങനെ ഒരു ഉൾവലിയലാണ് ആത്മീയത. ആ രുചിയും ആ സുഖവും ആ ആസ്വാദനവും അനുഭവിക്കലാണ് ആത്മീയത എന്ന് തെറ്റിദ്ധരിച്ച ആളുകളുണ്ട്. ISM ജനറൽ സെക്രട്ടറി PK സക്കറിയ, PV അസൻ, PK അഹമ്മദ്, ഇരംകോട് കുഞ്ഞഹമ്മദ് ഹാജി, HE മുഹമ്മദ് ബാബു സേഠ്, അഷ്റഫ് ഒമാൻ, AP അബ്ദുൽ സമദ്, BK സക്കറിയ, SLRC ഡയറക്ടർ KV അബ്ദുൽ ലത്തീഫ് മൗലവി, സിറാജ് ചേലമ്പ്ര, മുഹമ്മദ് അമീർ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് അറബിക് കോളേജുകളുടെ അധികാരം, ഉന്നത വിദ്യാഭ്യാസം, അറബിക് വിദ്യാർത്ഥികളുടെ ജോലി സാധ്യതകൾ എന്നീ മേഖലകളെ അധികരിച്ച് സെമിനാറും നടന്നു. നാഷണൽ അലയൻസ് ഓഫ് SC/ST ഓർഗനൈസേഷന്റെ ആഭിമുഖ്യത്തിൽ പഠന സെമിനാറും പ്രവർത്തക കൺവെൻഷനും നളന്തയിൽ സംഘടിപ്പിച്ചു. റിട്ടയർഡ് ജില്ലാ സെഷൻസ് ജഡ്ജി TK രാമൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. നാഷണൽ അലയൻസ് ഓഫ് SC/ST ഓർഗനൈസേഷൻ കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പഠന സെമിനാറും പ്രവർത്തക കൺവെൻഷനും സംഘടിപ്പിച്ചു. നളന്ദ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച പരിപാടി റിട്ടയർഡ് ജില്ലാ സെഷൻസ് ജഡ്ജി TK രാമൻ ഉദ്ഘാടനം ചെയ്തു. രാഷ്ട്രീയ പാർട്ടികളുടെ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പ്രീതിക്ക് വേണ്ടി നമ്മുടെ ഈ നാട്ടിലെ പണ്ട് പോലെയോ ചെറുമക്കളോ അല്ലെങ്കിൽ മറ്റുള്ള ജാതിക്കാരോ ഒഴിച്ചു കൊടുത്തില്ല. പക്ഷേ അന്ന് നൂറ്റാണ്ടുകളായി അടിച്ചമർത്തപ്പെട്ടതിന്റെ ഫലമായി അവരുടെ നമ്മൾ കുന്നിന്റെ മേലെയും മലയിലും പൊറ്റമ്മലും താമസിക്കേണ്ടി വന്നു. വഴി നടക്കാൻ പാടില്ല എന്നുള്ള സ്ഥിതി വന്നതിന് ശേഷമാണ്. നാസോ ജില്ലാ പ്രസിഡന്റ് KK വേലായുധൻ അധ്യക്ഷത വഹിച്ചു. നാസോ സംസ്ഥാന പ്രസിഡന്റ് രാമദാസ് വേങ്ങേരി മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ സെക്രട്ടറി സദാനന്ദൻ എടച്ചേരി, K വേലായുധൻ, P ഗോപിനാഥൻ, രാജേഷ് കുമാർ മുഗവൂർ,
എം വിദ്യാസാഗർ, ആർ രാജമ്മ, വി എം കുമാരൻ, സുരേഷ് കുരുവട്ടൂർ, പി ബി ശ്രീധരൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് നടന്ന സെമിനാറിൽ ബഡ്ജറ്റും പട്ടികജാതി വർഗ വികസനവും എന്ന വിഷയത്തിൽ അഡ്വക്കേറ്റ് ബാലപ്രസന്നനും പട്ടികജാതി വർഗ അതിക്രമം തടയലും നിയമവും എന്ന വിഷയത്തിൽ അഡ്വക്കേറ്റ് കെ മനോജ് കുമാറും പട്ടികജാതി വർഗക്കാരും ചരിത്രവും എന്ന വിഷയത്തിൽ പ്രൊഫസർ പി ജയകുമാറും ക്ലാസ് എടുത്തു. കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിൽ ഗൈനക്കോളജി ഡോക്ടർമാരില്ലാത്തതിനാൽ പ്രസവ വാർഡ് അടച്ചു. ഇതോടെ താലൂക്ക് ആശുപത്രിയെ ആശ്രയിക്കുന്ന നിരവധി ഗർഭിണികളാണ് ബുദ്ധിമുട്ടുന്നത്. ആശുപത്രിയിൽ ഡോക്ടർമാരെ നിയമിക്കണമെന്ന ആവശ്യം ശക്തമായിരിക്കുകയാണ്. കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിൽ ഗൈനക്കോളജിസ്റ്റ് ഇല്ലാത്തതിനാൽ പ്രസവ വാർഡിന്റെ പ്രവർത്തനം നിലച്ചു. ഇവിടെ 3 ഗൈനക്കോളജി ഡോക്ടർമാർ ഉണ്ടായിരുന്നു. ഒരു ഡോക്ടർ സ്ഥലമാറ്റം കിട്ടിപ്പോയി. മറ്റൊരു ഡോക്ടറെ നിയമിച്ചിരുന്നെങ്കിലും നീണ്ട അവധിയിലാണ്. മറ്റൊരു ഡോക്ടർ ഉപരിപഠന ആവശ്യാർത്ഥം പോയതോടെ ഗർഭിണികളെ പ്രവേശിപ്പിക്കാതെ നിർത്തിയിരിക്കുകയാണ്. കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിലേക്ക് വരുന്ന ഗർഭിണികളെ മെഡിക്കൽ കോളേജിലേക്കോ കോട്ടപ്പറമ്പ് ആശുപത്രിയിലേക്കോ പറഞ്ഞുവിടുകയാണ്. നല്ല നിലയിൽ പ്രവർത്തിച്ചിരുന്ന ഗൈനക്കോളജി വിഭാഗത്തിന്റെ പ്രവർത്തനമാണ് നിലച്ചത്. കൊയിലാണ്ടിയിലെ സ്വകാര്യ ആശുപത്രികളിലും ഗൈനക്കോളജി ഡോക്ടർമാരുടെ വിഭാഗമില്ലാത്തത് ഗർഭിണികളെ ബുദ്ധിമുട്ടിക്കുകയാണ്. കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിൽ ഗൈനക്കോളജി ഡോക്ടർമാരെ ഉടൻ നിയമിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. പൊതുശുചിത്വം, പരിസ്ഥിതി, ആരോഗ്യരക്ഷ എന്നിവ പ്രചരിപ്പിക്കുന്നതിനായി ജലവിഭവ കേന്ദ്രത്തിൽ ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു. എം കെ രാഘവൻ MP ശില്പശാല ഉദ്ഘാടനം ചെയ്തു. ശുദ്ധജലത്തിന്റെ ലഭ്യത കുറഞ്ഞു വരികയും ആവശ്യകത ഏറിവരികയും ചെയ്യുമ്പോൾ ശുദ്ധജല സ്രോതസ് മലിനമാവാതെ സൂക്ഷിക്കുക എന്നതാണ് വർത്തമാനകാലത്തെ വലിയ വെല്ലുവിളിയെന്ന് MP പറഞ്ഞു. ശുദ്ധജലത്തിന്റെ ലഭ്യത കുറഞ്ഞു വരികയും ആവശ്യകത ഏറിവരികയും ചെയ്യുമ്പോൾ ശുദ്ധജല സ്രോതസ് മലിനമാകാതെ സൂക്ഷിക്കുക എന്നതാണ് വർത്തമാനകാലത്തെ ഏറ്റവും വലിയ വെല്ലുവിളിയെന്ന് എം കെ രാഘവൻ MP പറഞ്ഞു. ജലവിഭവ വികസന വിനിയോഗ കേന്ദ്രത്തിൽ പൊതുശുചിത്വം, പരിസ്ഥിതി, ആരോഗ്യരക്ഷ എന്നിവ പ്രചരിപ്പിക്കുന്നതിനായി സംഘടിപ്പിച്ച ഏകദിന ശില്പശാല ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നമ്മുടെ കിണറുകളിൽ ഭൂരിപക്ഷത്തിലും കോളിഫോം ബാക്ടീരിയയുടെ അളവ് അനുവദനീയമായതിലും വളരെ കൂടുതലാണ്. ഇതുകാരണം കിണറുകൾ ഏറെയും മലിനമാണ്. വെള്ളത്തിന്റെ ഉപയോഗം കുറയ്ക്കുകയും മലിനജലം സംസ്കരിച്ച് പ്രയോജനപ്പെടുത്തുന്നതിന് മുൻഗണന നൽകുകയും വേണം. ഇതിനായി ബോധവൽക്കരണം ആവശ്യമാണെന്നും രാഘവൻ പറഞ്ഞു. കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക വകുപ്പിന്റെ സഹകരണത്തോടെ നടന്ന ശില്പശാലയിൽ CWD RDM എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ NV നരസിംഹപ്രസാദ് അധ്യക്ഷത വഹിച്ചു. രാജീവ് ഗാന്ധി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ യൂത്ത് ഡെവലപ്മെന്റ് ഡയറക്ടർ ഡോക്ടർ ലതാ പിള്ള, ഡോക്ടർ അഫ്രോസ് അഹമ്മദ്, ഡോക്ടർ കമലം ജോസഫ്, കേരളം, തമിഴ്നാട്, കർണാടകം, ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നായി 150 NSS NCC കേഡറ്റുകൾ, കുടുംബശ്രീ പ്രവർത്തകർ എന്നിവർ ശില്പശാലയിൽ പങ്കെടുത്തു. സമുദായ സംഘടനകളെ തലപ്പത്തുള്ള പ്രമാണിമാർ കൊള്ള നടത്താനുള്ള ആയുധമാക്കി മാറ്റിയെന്ന് CPM സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ. വൈക്കം മുഹമ്മദ് ബഷീറിനെ പറ്റി മാധ്യമപ്രവർത്തകൻ EM അഷ്റഫ് രചിച്ച 2 പുസ്തകങ്ങൾ പ്രകാശനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഫോട്ടോഗ്രാഫർ പുനലൂർ രാജേന്ദ്രൻ പുസ്തകങ്ങൾ ഏറ്റുവാങ്ങി. വൈക്കം മുഹമ്മദ് ബഷീറിനെ കുറിച്ച് മാധ്യമപ്രവർത്തകനും കൈരളി TV മിഡിൽ ഈസ്റ്റ് ഡയറക്ടറുമായ EM അഷ്റഫ് രചിച്ച 2 പുസ്തകങ്ങൾ CPIM സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ പ്രകാശനം ചെയ്തു. ഫോട്ടോഗ്രാഫർ പുനലൂർ രാജൻ പുസ്തകങ്ങൾ ഏറ്റുവാങ്ങി. സമുദായ സംഘടനകളെ തലപ്പത്തുള്ള പ്രമാണിമാർ കൊള്ള നടത്താനുള്ള ആയുധമാക്കിയെന്ന് പിണറായി വിജയൻ പറഞ്ഞു. നവോത്ഥാന നായകർ അകറ്റാൻ ശ്രമിച്ച ആശയങ്ങൾ കൂടുതൽ ശക്തിയോടെ തിരിച്ചുവരുന്നു. ഇതെന്തുകൊണ്ടെന്ന് ഗൗരവമായി ചിന്തിക്കണം. ഈ മഹാന്മാരുടെ നേതൃത്വത്തിൽ പ്രവർത്തിച്ച പ്രസ്ഥാനങ്ങൾ എവിടെ എത്തിയെന്നതും തിരിച്ചറിയണമെന്ന് പിണറായി പറഞ്ഞു. വൈക്കം മുഹമ്മദ് ബഷീർ എഴുത്തും ജീവിതവും, ഈ വെളിച്ചത്തിന് എന്തൊരു വെളിച്ചം എന്നീ പുസ്തകങ്ങളാണ് പ്രകാശനം ചെയ്തത്. ഡോക്ടർ MM ബഷീർ അധ്യക്ഷനായി. കേരള സാഹിത്യ അക്കാദമി വൈസ് പ്രസിഡന്റ് അക്ബർ കക്കട്ടിൽ, ഡോക്ടർ ഖദീജ മുംതാസ്, PK പാറക്കടവ്, KF ജോർജ്, EM ഹാഷിം, കമാൽ വരദൂർ, A സജീവൻ, അനീസ് ബഷീർ എന്നിവർ സംസാരിച്ചു. ലിബി പബ്ലിക്കേഷൻസ് ആണ് പ്രസാധകർ. ഡോക്ടർ KV തോമസ് സ്വാഗതവും EM അഷ്റഫ് നന്ദിയും പറഞ്ഞു. തുടർന്ന് ഗസൽ സന്ധ്യയും KP ജയൻ നയിച്ച അറബ് ഗാനമേള അഹ്ലനും അരങ്ങേറി. പിണറായിക്ക് ലിബിയുടെ ഉപഹാരം MV അക്ബർ നൽകി. വാർത്തകളിൽ മറ്റൊരിടവേള കൂടി. പ്ലാസ്റ്റിക് റെക്സിൻ നിർമ്മിത പാദരക്ഷകൾ ഡെർമറ്റൈറ്റിസ് പോലുള്ള ചർമ്മരോഗങ്ങൾ ഉണ്ടാക്കാം. തിരഞ്ഞെടുക്കൂ പ്രീമിയർ ജെനുവിൻ ലെതർ ഫുട്വെയർ. High casual jewelry from Malabar Gold and Diamonds. ഓണാശംസകളോടെ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്. സെലിബ്രേറ്റ് ദി ബ്യൂട്ടി ഓഫ് ലൈഫ്. പ്ലാസ്റ്റിക് റെക്സിൻ നിർമ്മിത പാദരക്ഷകൾ ഡെർമറ്റൈറ്റിസ് പോലുള്ള ചർമ്മരോഗങ്ങൾ ഉണ്ടാക്കാം. തിരഞ്ഞെടുക്കൂ പ്രീമിയർ ജെനുവിൻ ലെതർ ഫുട്വെയർ. ഇടവേളയ്ക്ക് ശേഷമുള്ള വാർത്തകളിലേക്ക്.
ബഹുരാഷ്ട്ര ഔഷധ കുത്തകൾക്ക് വഴങ്ങി ഇന്ത്യൻ പേറ്റന്റ് നിയമവും ആഭ്യന്തര മരുന്ന് വിപണിയും തകർക്കാനുള്ള കേന്ദ്ര സർക്കാർ നീക്കം വൻ പ്രത്യാഘാതമുണ്ടാക്കുമെന്ന് ഡോക്ടർ കെ.പി. അരവിന്ദൻ പറഞ്ഞു. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് സംഘടിപ്പിച്ച ഔഷധ വില വർധനയും കേന്ദ്ര സർക്കാർ നയങ്ങളും സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അമേരിക്കൻ സന്ദർശനത്തിനു 10 ദിവസം മുൻപ് അമേരിക്കയെ പ്രീതിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി ഇന്ത്യയിലെ ഔഷധ വില നിയന്ത്രണ അതോറിറ്റിയുടെ അധികാരങ്ങൾ എടുത്തുകളഞ്ഞതാണ് രാജ്യത്ത് ഔഷധവില കുതിച്ചു കയറാനിടയാകുന്നതെന്ന് ഡോക്ടർ കെ.പി. അരവിന്ദൻ പറഞ്ഞു. ശാസ്ത്ര സാഹിത്യ പരിഷത്ത് സംഘടിപ്പിച്ച ഔഷധവില വർധനയും കേന്ദ്ര സർക്കാർ നയങ്ങളും എന്ന വിഷയത്തിലുള്ള ആരോഗ്യ സെമിനാറിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. അമേരിക്കയിലെ സന്ദർശന വേളയിൽ മോദിക്ക് കൂടുതൽ സ്വീകാര്യത ലഭിക്കുന്നതിനായാണ് അമേരിക്കൻ ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളുടെ ദീർഘനാളത്തെ ആവശ്യമായ ഇന്ത്യയിലെ മരുന്നുവിലകളുടെ നിയന്ത്രണം എടുത്തുകളയാൻ കേന്ദ്ര സർക്കാർ തയ്യാറായത്. മരുന്നുവിലകൾ നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി നൈതിക നിയമങ്ങൾ ശക്തമായി കൊണ്ടുവന്ന് ഡോക്ടർമാരുടെ മേൽ അടിച്ചേൽപ്പിക്കണമെന്നും ഡോക്ടർ കെ.പി. അരവിന്ദൻ ആവശ്യപ്പെട്ടു. ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ജില്ലാ പ്രസിഡന്റ് കെ. പ്രഭാകരൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പ്രൊഫസർ ടി.പി. കുഞ്ഞിക്കണ്ണൻ, പി. പ്രസാദ്, പി. വിജയൻ എന്നിവർ പ്രസംഗിച്ചു. കോഴിക്കോട് രൂപതയുടെ ആഭിമുഖ്യത്തിൽ ബൈബിൾ കലോത്സവത്തിന് തുടക്കമായി. നവംബർ 8 വരെ നീണ്ടുനിൽക്കുന്ന കലാപരിപാടിയിൽ 250ഓളം പ്രതിഭകൾ മാറ്റുരയ്ക്കും. കോഴിക്കോട് രൂപതയുടെ ആഭിമുഖ്യത്തിൽ ബൈബിൾ കലോത്സവത്തിന് തുടക്കമായി. കോഴിക്കോട്, മലപ്പുറം, വയനാട് ജില്ലകളിൽ നിന്നുള്ള 250ഓളം കലാപ്രതിഭകളാണ് ബൈബിൾ കലോത്സവത്തിൽ മാറ്റുരയ്ക്കുക. കോഴിക്കോട് ദൈവമാതാ കത്തീഡ്രൽ ജൂബിലി ഹാളിലാണ് കോഴിക്കോട് രൂപതയുടെ 29ാം ബൈബിൾ കലോത്സവം നടക്കുന്നത്. ഫാദർ വിൻസെന്റ് അറക്കൽ ഉദ്ഘാടനം നിർവഹിച്ച ചടങ്ങിൽ ഫാദർ ടോം അറക്കൽ, ഫാദർ വിമൽ എന്നിവർ സംസാരിച്ചു. ബൈബിൾ കലോത്സവം നവംബർ 8 സമാപിക്കും. SMS സ്റ്റേറ്റ് കമ്മിറ്റിയുടെ മഹല്ല് ശാക്തീകരണത്തിന്റെ ഭാഗമായി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഖത്തീബ് കോൺഫറൻസ് സംഘടിപ്പിച്ചു. SMS സ്റ്റേറ്റ് കമ്മിറ്റി പ്രസിഡന്റ് സയ്യിദ് ഇബ്രാഹിമുൽ ഖലീലുൽ ബുഖാരി പരിപാടി ഉദ്ഘാടനം ചെയ്തു. മഹല്ലത്തുകളിൽ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് സേവനം ചെയ്യുന്ന ഖാലി, ഖത്തീബ്, ഇമാം എന്നിവർക്കായി SMS സ്റ്റേറ്റ് കമ്മിറ്റിയുടെ മഹല്ല് ശാക്തീകരണത്തിന്റെ ഭാഗമായി കോഴിക്കോട് ഖത്തീബ് കോൺഫറൻസ് സംഘടിപ്പിച്ചു. KP കേശവമേനോൻ ഹാളിൽ നടന്ന ഖത്തീബ് കോൺഫറൻസ് സുന്നി മാനേജ്മെന്റ് അസോസിയേഷൻ സ്റ്റേറ്റ് കമ്മിറ്റി പ്രസിഡന്റ് സയ്യിദ് ഇബ്രാഹിമുൽ ഖലീൽ ബുഖാരി ഉദ്ഘാടനം ചെയ്തു. അഖിലേന്ത്യാ സുന്നി ജമീയത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി ശൈഖുന കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ മുഖ്യപ്രഭാഷണം നടത്തി. SMA കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് TK അബ്ദുറഹിമാൻ ബാക്കവി അധ്യക്ഷനായിരുന്നു. സമസ്ത കേരള ജമീയത്തുൽ ഉലമ വൈസ് പ്രസിഡന്റ് സയ്യിദ് അലി ബാഫാക്കി തങ്ങൾ, SMA കോഴിക്കോട് ജില്ലാ സെക്രട്ടറി AKC മുഹമ്മദ് ഫൈസി, സമസ്ത കേരള ജമീയത്തുൽ ഉലമ സെക്രട്ടറി AP മുഹമ്മദ് മുസ്ലിയാർ കാന്തപുരം, C മുഹമ്മദ് ഫൈസി, VPM ഫൈസൈ വില്യാപ്പള്ളി, AK അബ്ദുൽ ഹമീദ് സാഹിബ്, VM കോയം മാസ്റ്റർ, അയൂബ് ഫൈസി, അബ്ദുൽ കലാം മാവൂർ, KK അഹമ്മദ് കുട്ടി മുസ്ലിയാർ, സുലൈമാൻ സഖാഫി മുഖം എന്നിവർ സംസാരിച്ചു. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് www.jillavartagal.com. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സ്റ്റേഡിയം യൂണിറ്റിന്റെ 20 വർഷത്തെ ജനറൽ സെക്രട്ടറിയും ജില്ലാ സെക്രട്ടറിയുമായിരുന്ന T മുഹമ്മദ് അലിയുടെ നിര്യാണത്തിൽ പുതിയറ സഭാ സ്കൂളിൽ വെച്ച് അനുശോചന യോഗം ചേർന്നു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സ്റ്റേഡിയം യൂണിറ്റ് പ്രസിഡന്റ് അബ്ദുള്ള EK അധ്യക്ഷനായിരുന്നു. ജില്ലാ ജനറൽ സെക്രട്ടറി അഷ്റഫ് മൂത്തടത്ത് അനുസ്മരണ പ്രഭാഷണം നടത്തി. ജില്ലാ സെക്രട്ടറി ഷാവുൽ ഹമീദ്, യൂത്ത് വിംഗ് ജില്ലാ പ്രസിഡന്റ് M ബാബുമോൻ, സ്റ്റേഡിയം യൂണിറ്റ് ട്രഷറർ M അഹമ്മദ് കോയ ഹാജി, സെക്രട്ടറി മനാഫ് കാപ്പാട് എന്നിവർ സംസാരിച്ചു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartagal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. എല്ലാ മേഖലകളിലും മറ്റ് സംസ്ഥാനങ്ങൾക്ക് മാതൃകയാവുന്ന കേരളം സ്ത്രീകളുടെ കാര്യത്തിൽ പിറകോട്ട് പോവുകയാണെന്ന് കേരള വനിതാ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് നൂർബീന റഷീദ്. സമരം ചെയ്യുന്നതിൽ മാത്രമാവരുത് അധ്യാപകരുടെ ശ്രദ്ധയെന്നും പാഠ്യപ്രവർത്തനങ്ങൾ കൃത്യമായി നടക്കുന്നതെന്ന് കൂടി ശ്രദ്ധിക്കണമെന്ന് MLA A പ്രദീപ് കുമാർ. സമൂഹത്തിന് നേരായ ദിശ നൽകാൻ നിരോധനമല്ല ബോധവൽക്കരണമാണ് വേണ്ടതെന്ന് സിനിമാ സംവിധായകൻ രഞ്ജിത്ത്.
വാർത്തകളുടെ ഈ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രീമിയർ ജെനുവിൻ ലെതർ ഫുട്വെയർ രോഗവിമുക്ത പാദങ്ങൾ.